റാം നാരായൺ റാം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് മനുഷ്യൻ നിർമ്മിച്ച വസ്തുക്കൾ എങ്ങനെ മനുഷ്യരെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു എന്നതിനെക്കുറിച്ചാണ്. ഇന്നത്തെ സമൂഹത്തിൽ എല്ലാം മനുഷ്യനിർമ്മിതമാണ്. പ്രകൃതിയിൽ നിന്നും ലഭിക്കുന്നതൊന്നും ശരിയായ രീതിയിൽ ഉപയോഗിക്കുന്നില്ല. പഠനവും മനുഷ്യനിർമ്മിതമാണ്, ചികിത്സയും അതുപോലെ. ഇന്നത്തെ ഡോക്ടർമാർ രോഗങ്ങൾക്ക് മരുന്ന് കൊടുക്കുന്നു. ആ മരുന്നുകൾ ഫാക്ടറികളിൽ നിർമ്മിക്കപ്പെട്ടവയാണ്. പക്ഷേ ആരും ആലോചിക്കുന്നില്ല ഈ രോഗങ്ങൾ ആദ്യമായി ഉണ്ടാകാൻ കാരണമെന്താണെന്ന്. എന്തുകൊണ്ടാണ് രോഗങ്ങൾ ഉണ്ടാകുന്നത്? എന്തുകൊണ്ടാണ് ആളുകൾ വിഷമിക്കേണ്ടി വരുന്നത്? ഇതിൻ്റെ പ്രധാന കാരണം അവർ ധ്യാനമല്ല ചെയ്യുന്നത്. കോളേജുകളിൽ, സ്കൂളുകളിൽ, സർക്കാർ സ്കൂളുകളിലും ഉൾപ്പെടെ ധ്യാനം നിർബന്ധമാക്കേണ്ടതുണ്ട്. ഒരു നിയമം ഉണ്ടാകണം. അതിൽ ഓരോ വ്യക്തിയും ദിവസത്തിൽ കുറഞ്ഞത് 2 മണിക്കൂർ എന്നിരുന്നാലും ധ്യാനത്തിന് മാറ്റിവെക്കണം. അങ്ങനെ ചെയ്താൽ അദ്ദേഹം സ്വന്തം ജീവിതത്തിനും സമൂഹത്തിനും നല്ലത് ചെയ്യാൻ കഴിയും. അതിനോട് ആക്രമിച്ചാൽ നിങ്ങളുടെ ജീവിതം നശിക്കുകയും മറ്റൊരാളുടെ ജീവിതത്തെയും നല്ലതാക്കാൻ കഴിയില്ല. ധ്യാനം ഒരു ശബ്ദ ഊർജമാണ്. അതൊരു ആത്മീയ ശാസ്ത്രം. ഇത് സ്വീകരിക്കണം. ഇത് ചെയ്യുന്നതിന് നിങ്ങൾക്ക് പണം ചെലവാക്കേണ്ടതില്ല, താൽപ്പര്യവും ബാധ്യതയും ഇല്ല. രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് കൂർച്ചിരിക്കാനും ധ്യാനിക്കാനും മതി. ഇത് നിങ്ങളുടെ ദിവസേനയുള്ള ഒരു ശീലമാവും. ഓരോ വ്യക്തിക്കും തങ്ങളുടെ ഉള്ളിലെ വിവേകത്തെ കേൾക്കാനും അതിനെ വിശ്വസിക്കാനുമാണ് വേണ്ടത്. ഓരോരുത്തരിലും വിവേകം ഉണ്ടാകുന്നു. നാം ചെയ്യുന്ന ഓരോ നല്ലതും തെറ്റും അവയുടെ വ്യത്യാസം ആദ്യം തന്നെ വിവേകം നമ്മോട് പറയുന്നു. ഒരു കുഞ്ഞു പോലും പലതും മനസ്സിലാക്കുന്നു. ഉദാഹരണത്തിന്, ഒരു വയസ്സുള്ള കുഞ്ഞ് പാചകത്തറയിലേക്ക് ഓടിപ്പോകുന്നു. അവിടെ അമ്മ അടുപ്പിൽ പാചകം ചെയ്യുകയാണ്. ആ കുഞ്ഞ് അമ്മയോടൊപ്പം ചെന്ന് ചേരാനായി ഓടുമ്പോൾ അടുപ്പിൻ്റെ ചൂട് സ്പർശിച്ച ഉടനെ അവൻ നിൽക്കുന്നു. കാരണം അവൻ്റെ മനസ്സിനുള്ളിൽ അതിൻ്റെ വിവേകം അവനെ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു. മുന്നിൽ തീയുണ്ട്, ചൂടുണ്ട്, മുന്നോട്ടു പോകരുതെന്ന്. ഇപ്പോൾ ചിന്തിച്ചു നോക്കൂ, ഒരു കുഞ്ഞിനും തൻ്റെ വിവേകത്തിൻ്റെ ഭാഷ മനസ്സിലാക്കാൻ കഴിയുമെങ്കിൽ നമ്മൾക്ക് എന്തുകൊണ്ടല്ലേ കഴിയുന്നത്? നാം എന്തുകൊണ്ടാണ് അതിൻ്റെ ശബ്ദം കേൾക്കാതെ പലപ്പോഴും തെറ്റുകൾ ചെയ്യുന്നത്? ഈ ആകാശം തന്നെ ആദ്യന്തര വേദങ്ങളായ ഒരു പൂർണ്ണ ഗ്രന്ഥമാണ്. ഇതാണ് യഥാർത്ഥ പുസ്തകം, മനുഷ്യനിർമ്മിതമല്ലാത്തത്. ഈ ഗ്രന്ഥത്തിൽ അനവധി പേജുകളുണ്ട്, അതായത് അനവധി നക്ഷത്രങ്ങളും ഗ്രഹങ്ങളും. ഓരോ ഗ്രഹ നക്ഷത്രത്തിനുള്ളിലും 5 തത്വങ്ങൾ അടങ്ങിയിരിക്കുന്നു. ആ നക്ഷത്രങ്ങൾ എല്ലാം വെള്ളം, ഊർജം, വായു എന്നിവ കൊണ്ട് നിർമ്മിക്കപ്പെട്ടതാണ്. ഇവയിൽ നിന്നാണ് പ്രകൃതി ഉരുത്തിരിഞ്ഞത്. അതിലൂടെയാണ് നമ്മളെല്ലാവരും സൃഷ്ടിക്കപ്പെട്ടത്. ഇവയുടെ ഊർജത്തിലാണ് നമ്മുടെ മനസ്സും ബുദ്ധിയും വിവേകവും ഉദ്ഭവിച്ചത്. അതായിരിക്കുന്നു നമ്മെ ജീവിതം എങ്ങനെ നയിക്കണം എന്ന് പഠിപ്പിക്കുന്നതും. നമ്മുടെ മനസ്സും വിവേകവും നമുക്ക് ശരിയും തെറ്റും തമ്മിലുള്ള വ്യത്യാസം മാത്രം പറയുന്നത് അല്ല, മറിച്ച് അത് നമ്മുടെ വളർച്ചയ്ക്കും സഹായകമാണ്. ധ്യാനത്തെക്കുറിച്ച് പലരും സംസാരിക്കുന്നു. എന്നാൽ ധ്യാനം അർത്ഥം എന്താണ് എന്ന് പലർക്കും മനസ്സിലാകുന്നില്ല. മനുഷ്യൻ തൻ്റെ ജീവിതത്തിൽ പലതും തെറ്റുകൾ ചെയ്യുന്നു. പക്ഷേ അവൻ അതിൻ്റെ പിഴവുകൾ മനസ്സിലാക്കുന്നില്ല. മനുഷ്യൻ്റെ ശരീരം ഭൂമിയുടെ ഭാഗമാണ്. അതിനാൽ എല്ലാവരും ധ്യാനം ചെയ്യണം. ധ്യാനം ചെയ്താൽ നിങ്ങളുടെ മനസ്സു ശാന്തമാകും, നിങ്ങളുടെ വിവേകം വർദ്ധിക്കും. അതോടൊപ്പം നിങ്ങളുടെ ആത്മശുദ്ധിയും സംഭവിക്കും. നിങ്ങളെപ്പോഴും റാം നാരായൺ റാം എന്ന ജപം നടത്തണം.